രാത്രി ലൈവില് സിജോയും അപ്സരയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ അൻസിബയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അൻസിബ ആ വീട്ടിൽ നിൽക്കുന്നത് ഭയങ്കര ഫേക്ക് ആയിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അതിനവർ കുറച്ച് ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. രാവിലത്തെ മോർണിംഗ് സോങ് ഇടുന്നത് ആ സമയത്ത് പോലും അൻസിബ ഒരാളൊപ്പം കൂടെ കൂടി ഡാൻസ് കളിക്കാറില്ല. ഒറ്റയ്ക്ക് മാത്രമേ അൻസിബ അവിടെ ഡാൻസ് കളിക്കുള്ളൂ. അതിന് പോലും അർത്ഥമുണ്ട് എന്നാണ് സിജോ പറയുന്നത്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനും കഴിയും, ഒറ്റയ്ക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, അതിനുള്ള കഴിവ് എനിക്കിവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അൻസിബ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് രാവിലെ തന്നെ ഡാൻസ് കളിക്കുന്നത് എന്നാണ് അവിടെ പറയുന്ന ഒരു കാര്യം. പിന്നെ പറയുന്നത് ഋഷിയും അൻസിബയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ ഭയങ്കര കമ്പനിയാണെന്ന് പറയുന്നില്ലേ, അതെന്താണ് അവർ തമ്മിൽ ഇതുവരെ ഒരു ഒടക്കോ പിണക്കോ ഒന്നുമില്ലാത്തതെന്ന് അറിയുമോ എന്ന് അപ്സരയോട് ചോദിക്കുന്നുണ്ട്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഇപ്പോൾ അവിടെ ഋഷി എന്ത് തെറ്റ് ചെയ്താലും അതിനെല്ലാം തന്നെ അൻസിബ കൂടെ നിൽക്കും. ഇന്നേ വരെ അവിടെ ഋഷി ഒരു തെറ്റ് ചെയ്തിട്ട് അവിടെ പരസ്യമായിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും ഋഷിനെ വിമർശിക്കുകയോ അവിടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കാനോ ഇന്നേ വരെ അവിടെ ശ്രമിച്ചിട്ടില്ല അൻസിബ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചും അൻസിബ എന്ത് ചെയ്താലും അൻസിബനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഋഷി. അതല്ല യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയണം. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരു തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പരസ്പരം കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇവരുടെ ഫേക്ക് പേഴ്സണാലിറ്റി എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഋഷിയെ നിയന്ത്രിക്കുന്നത് അൻസിബയാണ്. അൻസിബ പറയുന്നതിനനുസരിച്ച് കീ കൊടുത്ത് തുള്ളുന്ന ഒരു പാവം മാത്രമാണ് ഋഷി എന്നും സിജു അവിടെ പറയുന്നുണ്ട്. അൻസിബ മൊത്തത്തിൽ അങ്ങനെയാണ്, ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പൊ അൻസിബ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അൻസിബയുടെ യഥാർത്ഥ മുഖം വെളിയിൽ വന്നു തുടങ്ങി എന്നാണ് സിജോ പറയുന്നത്. അവിടെ ജാസ്മിനുമായിട്ടുണ്ടായ കിച്ചണിലുണ്ടായ വഴക്കിൽ അവിടെ അൻസിബ ഒരു വാചകം പറഞ്ഞിരുന്നു. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ജാസ്മിൻ എന്ന് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവളുടെ അടുത്താണോ നമ്മൾ അനുസരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അൻസിബ അവിടെ പറഞ്ഞു എന്നാണ് സിജോ പറയുന്നത്. ഇത്രയും മോശമായിട്ട് അൻസിബയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെ? ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ഈ വ്യക്തിയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല വ്യക്തി എന്നും അവിടെ സിജോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അൻസിബയുടെ മറ്റൊരു മുഖം അല്ലെങ്കിൽ വേറിട്ടൊരു മുഖമാണ് അൻസിബയുടെ അവരോട് തുറന്നു കാണിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഇരട്ട മുഖമാണ് അൻസിബ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫേക്കായിട്ട് അവിടെ നിന്നിട്ട് ഇപ്പോൾ അൻസിബയുടെ യഥാർത്ഥ മുഖങ്ങൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങി എന്നാണ് സിജോയും അപ്സരയും ഇരുന്ന് സംസാരിക്കുന്നത്.